പ്രാഗിൽ നിന്ന് ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലേക്ക് യാത്ര തുടങ്ങുന്നു. കൃത്യസമയത്ത് ട്രെയിൻ പുറപ്പെട്ടു. സീറ്റുകളെല്ലാം നിറഞ്ഞിട്ടുണ്ട്. കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ ട്രെയിൻ പോകുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ വശങ്ങളിൽ പാനലുകൾ ഘടിപ്പിച്ച മതിൽ കാണുന്നു. മതിലിനപ്പുറം ജനവാസ കേന്ദ്രങ്ങളാണ്. തീവണ്ടികൾ കടന്നു പോകുന്ന ശബ്ദം അവിടെ ജീവിക്കുന്നവർക്ക് ശല്യമാകാതിരിക്കാൻ ശബ്ദം കുറയ്ക്കാൻ കഴിയുന്ന അക്വസ്റ്റിക് പാനലുകൾ കൊണ്ടാണ് മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും വിജനമായ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ പോകുന്നു. നിങ്ങൾ ഓസ്ട്രിയയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു. യാതൊരു കോലാഹലങ്ങളും ഇല്ലാതെ ഒരു രാജ്യാതിർത്തി കടക്കുന്നു. വിയന്ന സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ബസ്സിൽ നേരെ ഹോട്ടലിലെത്തി. ചെക്ക് ഇൻ ചെയ്തു കഴിഞ്ഞ് പുറത്തിറങ്ങി. ആദ്യം ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് യാത്രയാണ്. ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചു. യൂറോപ്യൻ നഗരങ്ങൾ കാഴ്ചയിൽ പൊതുവെ ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷേ ചരിത്രങ്ങൾ വ്യത്യസ്തമാണ്. വിയന്ന സ്റ്റേറ്റ് ഓപ്പറ ഹൗസാണ് ഇക്കാണുന്നത്. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. നാഷണൽ ഹിസ്റ്ററി മ്യൂസിയമാണ് വലതുവശത്ത്. പിന്നീട് ഇതിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന വിയന്ന നാഷ് മാർക്കറ്റാണ് ഇടതുവശത്ത്. 16-ാം നൂറ്റാണ്ട് മുതൽ നാഷ് മാർക്കറ്റ് ഇവിടുണ്ട്. ഈ മാർക്കറ്റിന് അടിയിലൂടെ വിയന്ന നദി ഒഴുകുന്നു. വിയന്ന നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന നദിയാണ് വിയന്ന നദി. ഡാന്യൂബ് നദി നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കൂടി ഒഴുകുന്നു. ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ 7-8 ട്രാഫിക് പോലീസുകാർ സ്ഥലത്തെത്തി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാൻ അനുവദിക്കാതെ സാഹചര്യം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഷോൺ ബ്രൂൺ കൊട്ടാരമാണ് മുന്നിൽ കാണുന്നത്. 1441 മുറികളുള്ള ഈ കൊട്ടാരം 13-ാം നൂറ്റാണ്ടിലെ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്നു. നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ അടുത്തുകൂടി ബസ് വീണ്ടും പോകുന്നു. മരിയ തെരേസ ചത്വരവും ഫൈൻ ആർട്സ് മ്യൂസിയവും ഇടതുവശത്ത്. ഇക്കാണുന്നത് മ്യൂസിയം കോർട്ടിയർ. ബോക്സ് തിയേറ്ററിന് മുന്നിലൂടെ ബസ് പോകുന്നു. ഇതാണ് ഓസ്ട്രിയൻ പാർലമെന്റ് മന്ദിരം. 1883 പണി പൂർത്തിയായ ഓസ്ട്രിയൻ പാർലമെന്റ് മന്ദിരത്തിൽ 100-ലധികം മുറികളുണ്ട്. മന്ദിരത്തിന് മുന്നിലുള്ള ഈ വെണ്ണക്ക ശില്പം ജ്ഞാനം, യുദ്ധം, സമാധാനം എന്നിവയുടെ ഗ്രീക്ക് ദേവതയായ അഥീനയുടേതാണ്. ഒരു തെരുവിലേക്ക് ബസ് കയറുമ്പോൾ നേരെ മുന്നിൽ കാണുന്നത് വോട്ടീവ് ദേവാലയം. നിയോ ഗോഥിക് മാതൃകയിലുള്ള ഒരു കത്തോലിക്ക ദേവാലയമാണിത്. ഇടത് വശത്തുള്ളത് ഉറാനിയ വിയന്ന എന്ന വിദ്യാഭ്യാസ സ്ഥാപനവും തിയേറ്ററും അടങ്ങുന്ന ഒരു കോംപ്ലക്സ് ആണ്. വിയന്ന പ്രൊഫഷണൽ റെസ്ക്യൂ സർവീസാണ് മുന്നിൽ കാണുന്നത്. വലതുവശത്ത് വിയന്ന എക്സിബിഷൻ ആൻഡ് കോൺഗ്രസ് സെന്റർ. തൊട്ടപ്പുറത്ത് വിയന്ന ട്രേഡ് ഫെയർ ടവർ പ്രൗഢിയോടെ നിൽക്കുന്നു. ആകർഷകമായ രീതിയിൽ ഗ്രാഫിറ്റി ആർട്ട് പെയിന്റ് ചെയ്ത ഗുഡ്സ് ബോഗികൾ വലതുവശത്ത്. വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്രാഫിറ്റി ആർട്ട് മനോഹരമാണ്. ബസ് ഇപ്പോൾ ഡാന്യൂബ് നദിക്ക് കുറുകെയുള്ള റൈസ്ബ്രൂക്കെ പാലത്തിലൂടെ പോകുന്നു. 528 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. ഇതിനു മുൻപ് ഈ സ്ഥാനത്തുണ്ടായിരുന്ന പാലം 1976 തകർന്നു വീണ് ഒരാൾ മരണമടയുകയുണ്ടായി. 1980 ഈ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. നേരെ മുന്നിൽ കാണുന്നത് ഡാന്യൂബ് ടവർ. ടിക്കറ്റ് എടുത്താൽ ഈ ടവറിന് മുകളിൽ കയറി വിയന്നയുടെ പൂർണ്ണമായ ദൃശ്യം കാണാം. ഓസ്ട്രിയയുടെ പച്ചപ്പ് ഹൃദ്യമാണ്. നഗരത്തിൽ എല്ലാ ഭാഗങ്ങളിലും മരങ്ങൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. റോഡിന് ഇരുവശവും പുൽത്തകിടികളും നിരവധി പാർക്കുകളും നിർമ്മിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫിഗറേഷൻ ചർച്ച് ഇതൊരു ഇവാഞ്ചലിക്കൽ ലൂഥറൻ ദേവാലയമാണ്. വിയന്ന നദിക്ക് കുറുകെ പോകുന്നു.
ക്രൂയിസ് ബോട്ടുകൾ അവിടെ സഞ്ചാരികളെ കാത്ത് കിടക്കുന്നുണ്ട്. വിയന്നയിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ മുന്നിലെ വിശാലമായ മരിയ തെരേസ ചത്തുരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പാർക്കിനുള്ളിൽ നിരവധി മനോഹരങ്ങളായ വെണ്ണക്കൽ ശില്പങ്ങൾ കാണാം. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ എതിർവശത്തുള്ളത് ഫൈൻ ആർട്സ് മ്യൂസിയം. രണ്ടും ഗംഭീര ഡിസൈനിലുള്ള കെട്ടിടങ്ങളാണ്. മരിയ തെരേസയുടെ സ്മാരകമാണ് ഇക്കാണുന്നത്. 18-ാം നൂറ്റാണ്ടിലെ ബൊഹീമിയൻ രാജ്ഞിയായിരുന്നു മരിയ തെരേസ. ഈ പദവി അലങ്കരിക്കുന്ന ഒരേയൊരു വനിതയായിരുന്നു മരിയ തെരേസ. 1874 മരിയ തെരേസ ചത്തുരം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെയും ഫൈൻ ആർട്സ് ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെയും ഉള്ളിലെ കാഴ്ചകൾ കാണാൻ ഒരു മുഴുവൻ ദിവസവും മതിയാകില്ല. മനോഹരങ്ങളായ ധാരാളം ഫൗണ്ടനുകൾ മരിയ തെരേസ ചത്തുരത്തിലുണ്ട്. ഗ്രീക്ക് മിത്തോളജിയിലെ ട്രൈറ്റൻ എന്ന ജലദേവനും നജാത്ത് എന്ന ദേവതയും ഒന്നിച്ചുള്ള ജലധാരകൾ ഇവിടെ കാണാം. വെണ്ണക്കല്ലിൽ കുത്തിയെടുത്ത അതിമനോഹരങ്ങളായ ട്രൈറ്റൻ നജാത്ത് ഫൗണ്ടനുകൾ ഈ ചത്തുരത്തിലെ ആകർഷകമായ കാഴ്ചയാണ്. ആ ചത്തുരത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു ഒരു റോഡ് മുറിച്ചു കടന്നാൽ ഹോഫ്ബർഗ് കൊട്ടാര വളപ്പിൽ എത്തുന്നു. ഓസ്ട്രിയയിലെ ഹാബ്സ്ബർഗ് രാജവംശത്തിൻ്റെ പ്രധാന ആസ്ഥാനമായിരുന്നു ഹോഫ്ബർഗ് കൊട്ടാരം. 1946 മുതൽ ഓസ്ട്രിയൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയും ഔദ്യോഗിക കാര്യാലയവുമാണ് ഇവിടം. കൊട്ടാരത്തിന് മുന്നിൽ അശ്വാരൂഢനായിരിക്കുന്ന യൂജിൻ ഓഫ് സവോയ് രാജകുമാരൻ്റെ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നു. ചത്തുരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഫ്രാൻസ് ജോസഫ് ഒന്നാമൻ ചക്രവർത്തിയുടെ ഒരു വെങ്കല സ്മാരകം കാണുന്നു. സ്മാരകത്തിൻ്റെ ചുവട്ടിലായി സമാധാനം, ധൈര്യം, വിശ്വാസം, നീതി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന 4 ശില്പങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. കൊട്ടാര വളപ്പിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോഴുള്ള കവാടത്തിൽ റോമൻ പുരാണങ്ങളിലെ ജൂപ്പിറ്റർ ദേവന്റെ മകനും യുദ്ധവീരനുമായ ഹെർക്കുലീസിൻ്റെ ശില്പങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. കൊട്ടാര വളപ്പിലെ ഓരോ നിർമ്മിതികളും അതിഗംഭീരമാണ്. ഹോഫ്ബർഗ് കൊട്ടാരത്തിൻ്റെ ചാൻസിലറി വിങ് എന്ന ഭാഗമാണ് ഇക്കാണുന്നത്. ഹെർക്കുലീസ് പ്രതിമകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരു സെൽഫി എടുത്തു. പുറത്തിറങ്ങി സെൻറ്റ് മൈക്കിൾസ് സ്ക്വയറിലെത്തി അതിമനോഹരമായ സെൻറ്റ് മൈക്കിൾസ് ദേവാലയം കാണുന്നു. പണ്ട് കാലത്ത് കിട്ടുന്ന ക്രിസ്മസ് കാർഡുകളിൽ കണ്ടിട്ടുള്ള പള്ളിയുടെ അതേ മാതൃകയിലുള്ള ഒരു ചെറിയ ദേവാലയം. അവിടെ നിന്നും പല വഴികളിലൂടെ നടക്കുകയാണ്. മുന്നിൽ വിശുദ്ധ പത്രോസിൻ്റെ ഒരു ദേവാലയം കാണുന്നു. അതിനുള്ളിലേക്ക് കയറി ഏതാനും പേർ അവിടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു. സഞ്ചാരികളുടെ ചടുല നീക്കങ്ങളെ അത്ര പ്രോത്സാഹിപ്പിക്കുന്ന ഒരിടമല്ല അവിടമെന്ന് തോന്നി. ഉള്ളിലെ ചെറിയൊരു വീഡിയോ മാത്രം എടുത്തു. അത്യാഡംബരവും രാജകീയവുമായ ഉൾവശമാണ് ദേവാലയത്തിന്. അവിടെ നിന്നും പുറത്തിറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് വിശുദ്ധ സ്റ്റീഫന്റെ പേരിലുള്ള കത്തീഡ്രൽ. വിയന്ന കാത്തലിക് രൂപതയുടെയും രൂപതാ അധ്യക്ഷൻ്റെയും ആസ്ഥാനം ഇവിടെയാണ്. ഉള്ളിൽ കയറി കുത്തനാഹോറ സെൻറ്റ് ബാർബറ കത്തീഡ്രലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള മേൽത്തട്ട് കാണുന്നു. പക്ഷേ അതിനേക്കാൾ ആഡംബര സമൃദ്ധിയും വർണ്ണപ്രഭയും ഈ ദേവാലയത്തിനുണ്ടെന്ന് തോന്നുന്നു. ഓസ്ട്രിയൻ ചരിത്രത്തിനും നിരവധി സംഭവ വികാസങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് ഇത്. 12-ാം നൂറ്റാണ്ടിൽ പണി തുടങ്ങി 16-ാം നൂറ്റാണ്ടിൽ ഈ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയായി. ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ ഈ ദേവാലയത്തെ വിശേഷിപ്പിക്കാം. പതിവ് പോലെ ദേവാലയത്തിലെ ചർച്ച് ഓർഗനിലേക്ക് എൻ്റെ കണ്ണ് പതിഞ്ഞു. അതൊരു ബലഹീനത തന്നെയാണ്. യൂറോപ്പിലെ ഒരു കത്തോലിക്ക ദേവാലയത്തിൻ്റെ ചരിത്രത്തിന് പിന്നിൽ ചക്രവർത്തിമാരും കൊട്ടാരങ്ങളും യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുകളും നമുക്ക് അറിയാൻ സാധിക്കും. ദേവാലയത്തിൻ്റെ പുറത്തെ ദൃശ്യങ്ങൾ പരമാവധി പകർത്തുകയാണ് ലക്ഷ്യം. അസാധാരണമെന്നോ അതിമനോഹരമെന്നോ അത്ഭുതാവഹമെന്നോ എങ്ങനെ വേണമെങ്കിലും വർണ്ണിക്കാവുന്ന തരത്തിലുള്ള വാസ്തുവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മിതി. ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾ. ദേവാലയത്തിൻ്റെ മറ്റൊരു വശത്തേക്ക് പോയപ്പോൾ കണ്ണിന് കുളിർമ നൽകുന്ന ഈ കാഴ്ചകൾ. പൂക്കളും
ഫലങ്ങളും അലങ്കരിച്ചു വച്ചിരിക്കുന്ന ഒരു വിൽപ്പന കേന്ദ്രം. പല നിറങ്ങളിലുള്ള പഴങ്ങളും പച്ചക്കറികളും പൂക്കളുമൊക്കെ കലാബോധത്തോടെ ക്രമീകരിച്ച് വിൽപ്പനയ്ക്ക് വയ്ക്കാൻ അവർക്കുള്ള കഴിവിനെ അംഗീകരിച്ചേ മതിയാവൂ. അതാണ് അവരുടെ കച്ചവട തന്ത്രം. അതാണ് അവരുടെ വിജയരഹസ്യം. ഹാലോവിൻ ദിവസത്തിന് മുന്നോടിയായി വീടുകൾ അലങ്കരിക്കുവാനുള്ളതായിരിക്കണം പൂക്കളും പഴങ്ങളും പച്ചക്കറികളും കൊണ്ട് ഉണ്ടാക്കിയ ഈ അലങ്കാരങ്ങൾ. ആ കടയിൽ തന്നെ അതിമനോഹരമായ ഗുണനിലവാരമുള്ള ക്രിസ്മസ് അലങ്കാരങ്ങൾ വിൽക്കാൻ വച്ചിട്ടുണ്ട്. യാത്രകൾക്കിടയിൽ ഷോപ്പിംഗ് ശീലമില്ലാത്തതിനാൽ അവിടെ നിന്നും നടന്നു. സഞ്ചാരികളെ കാത്ത് കുതിരവണ്ടികൾ കാത്തു നിൽക്കുന്ന ഒരു തെരുവിലേക്ക് ഇറങ്ങി. ഷോപ്പിംഗ് തെരുവിലൂടെ നടക്കാൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും മുന്തിയ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളാണ് ഇരുവശവും. അതൊക്കെ നോക്കി നടക്കാം എന്നുള്ളതല്ലാതെ ഉള്ളിലേക്ക് കയറാനുള്ള യാതൊരു പദ്ധതിയുമില്ല. പിറ്റേന്ന് രാവിലെ ഹോട്ടലിന് സമീപത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്ര തുടങ്ങി. ബീഥോവൻ മ്യൂസിയം സന്ദർശിക്കുകയാണ് ആദ്യ പ്ലാൻ. ഹോ വാറ്റെ എന്ന സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി. റോഡ് മുറിച്ചു കടന്ന് ബീഥോവൻ പാർക്കിനുള്ളിലൂടെ നടന്നു തുടങ്ങി. ഒരു ഭാഗത്ത് മഹാനായ ബീഥോവൻ്റെ സ്മാരകം. അഭിമാനത്തോടെ അതിനു മുന്നിൽ നിന്ന് ഒരു സെൽഫി എടുത്തു. പാർക്ക് മുറിച്ചു കടന്നു. ഇതാണ് പാർക്കിൻ്റെ മറുഭാഗം. ബീഥോവൻ സ്മാരകത്തിലേക്ക് നടന്നു കയറാനുള്ള കൽപ്പടവുകൾ കാണുന്നു. വീണ്ടും നടന്ന് ചെറിയൊരു ഗ്രാമഭാഗത്ത് എത്തിച്ചേർന്നു. അവിടെ മനോഹരമായ ചെറിയൊരു ദേവാലയം. അതിന് എതിർവശത്ത് കാണുന്ന വഴിയിലൂടെ നടന്നു. മ്യൂസിയത്തിനുള്ളിലേക്ക് കയറി. സംഗീത മാന്ത്രികനായ ബീഥോവൻ 1804 മുതൽ 1815 വരെ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മഹത്തരമായ സംഗീത സൃഷ്ടികൾ നടന്ന ഒരു വീടിനുള്ളിലാണ് നിൽക്കുന്നതെന്ന ബോധം രോമാഞ്ചമുണ്ടാക്കി. ഒരു മുറിയിൽ ഒരു സംഗീതപ്പെട്ടി. അത് കറക്കി കൊടുത്തപ്പോൾ ബീഥോവൻ ഡി മൈനറിൽ ചിട്ടപ്പെടുത്തിയ 17ാമത്തെ പിയാനോ സൊനാറ്റ അതിലൂടെ ഒഴുകി വരുന്നു. മറ്റൊരു ഭാഗത്ത് ഒരു ഒക്ടേവ് മാത്രമുള്ള ഒരു കീബോർഡ്. അതിൽ C7 എന്ന കോഡ് പ്ലേ ചെയ്താൽ സി മേജറിൽ ബീഥോവൻ ചിട്ടപ്പെടുത്തിയ പിയാനോ സൊനാറ്റ 3 ഹെഡ്ഫോണിൽ കേൾക്കുന്നു. ബീഥോവൻ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും പുസ്തകങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പ്രതിമയും ജീവിച്ചിരുന്ന ഗ്രാമത്തിൻ്റെ ഛായാചിത്രവും. മറ്റൊരു പാട്ടുപെട്ടി. അതിൽ നിന്നും ഓപ്ര സംഗീതം പൊഴിയുന്നു. അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയ സംഗീത സൃഷ്ടികളും ഇവിടെ കാണാം. ഒരു കമ്പോസിങ്ങിലെ 2 ഭാഗങ്ങൾ തിരുത്തി എഴുതുമ്പോൾ തൃപ്തി വരാതെ ഒരു ദിവസത്തിൻ്റെ പ്രഭാതവും അടുത്ത ദിവസത്തെ സായാഹ്നവും പാഴാക്കി കളഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ബീഥോവൻ്റെ വിരലുകൾ ഓടി നടന്ന പിയാനോ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴുള്ള ആവേശം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ചില പിയാനോ സംഗീത സൃഷ്ടികൾ 11 വിരലുകൾ ഉള്ളവർക്കുള്ളതാണ് എന്ന് ഒരു സംഗീതജ്ഞൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറി എന്തായിരുന്നു എന്ന് വിവരിക്കുന്ന ഒരു ഛായാചിത്രം. ആകെ അലങ്കോലമായിരിക്കുന്നു. പിയാനോയുടെ മുകളിൽ ബ്രെഡും സൂപ്പും ഇരിക്കുന്നതാണ് എൻ്റെ പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചത്. അദ്ദേഹത്തിൻ്റെ മുറിയുടെ വാതിൽ. ആ കൈകൾ ഉപയോഗിച്ച് എത്ര തവണ ഇത് തുറന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വെറുതെ ചിന്തിച്ചു. 28ാം വയസ്സിൽ തുടങ്ങി 44ാം വയസ്സിൽ പൂർണ്ണമായും കേൾവിശക്തി നഷ്ടപ്പെട്ടിട്ടും സംഗീതരചന തുടർന്ന ആ അത്ഭുത പ്രതിഭാസത്തെ ഓർത്തുകൊണ്ട് പുറത്തിറങ്ങി നടക്കുകയാണ്. ബീഥോവൻ തൻ്റെ രക്ഷാധികാരിയായിരുന്ന പ്രിൻസ് ലിച്നോവ്സ്കിയോട് ഒരു അഭിപ്രായ വ്യത്യാസത്തിനിടയിൽ പറഞ്ഞ ഒരു വാചകം ലോകപ്രശസ്തമാണ്. താങ്കളെപ്പോലെ ആയിരക്കണക്കിന് രാജകുമാരന്മാർ ഈ ലോകത്ത് ഇപ്പോൾ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. എന്നാൽ ബീഥോവൻ ഒന്നേയുള്ളൂ.
യാത്ര തുടരുന്നു. ബസിൽ വിയന്നയുടെ ഹൃദയഭാഗത്തുള്ള ഫ്രാൻസിസ് അസീസി ദേവാലയത്തിനടുത്താണ് ഇറങ്ങിയത്. ദേവാലയത്തിൻ്റെ വിശാലമായ പുൽമൈതാനത്തിന് മധ്യത്തിലൂടെ നടന്നു. ഓസ്ട്രിയൻ ചക്രവർത്തിയായിരുന്ന ഫ്രാൻസ് ജോസഫ് ഒന്നാമൻ അധികാരത്തിൽ എത്തിയതിൻ്റെ 50-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. ഡാന്യൂബ് നദിക്ക് അഭിമുഖമായാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ ഒരു ദേവാലയം. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ദേവാലയത്തിൻ്റെ പിൻഭാഗത്ത് 1-2 അഭയാർത്ഥി കുടുംബങ്ങൾ തമ്പടിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കൂടാതെ ചുറ്റുമുള്ള പുൽമൈതാനത്തിലും അതിൻ്റെ ഇരിപ്പിടങ്ങളിലും ധാരാളം പേർ കൂടിയിരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ചിലരുടെ പെരുമാറ്റങ്ങൾ സാമൂഹ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നി. ദേവാലയത്തിൻ്റെ മുൻഭാഗത്തെത്തി റോഡ് മുറിച്ചു കടന്ന് ഡാന്യൂബ് നദിക്കരയിലെത്തി വീണ്ടും ദേവാലയത്തിൻ്റെ ദൃശ്യം പകർത്തി. സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ നദിക്ക് കുറുകെ പോകുന്ന പാലത്തിന് താഴെ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ചു. തൊട്ടപ്പുറത്ത് ക്രൂയിസ് ബോട്ടുകൾ വൈകുന്നേരത്തെ സഞ്ചാരത്തിന് വേണ്ടി തയ്യാറായി കിടക്കുന്നു. ആ പാലത്തിലെ നടപ്പാതയിലൂടെ ട്രാം സ്റ്റോപ്പ് ലക്ഷ്യമാക്കി ഞങ്ങൾ നടക്കുന്നു. ട്രാമിൽ കയറി സംഗീതത്തിൻ്റെ ലോക തലസ്ഥാനമായ വിയന്നയിൽ എത്തിയിട്ട് ഒരു ക്ലാസിക്കൽ കൺസേർട്ട് ആസ്വദിക്കാതെ പോകുന്നത് തീരെ അഭികാമ്യമല്ല. വിയന്ന റോയൽ ഓർക്കസ്ട്രയുടെ കോൺസേർട്ടിന് വേണ്ടിയുള്ള ടിക്കറ്റ് രാവിലെ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി കോൺസേർട്ടിൻ്റെ ചില ഭാഗങ്ങൾ കാണാം.